സകല മനുഷ്യർക്ക് വിധിച്ചിരിക്കാൻ ആ ന്യായവിധിയുടെ വിസ്താരത്തിന്റെ മുൻപാകെ നിൽക്കുന്നുണ്ട്. പ്രിയ സഹോദര, മാതാവേ, പിതാവ്, യൗവനക്കാരാ, ബാല്യക്കാരാ, ഒരു ന്യായവിധിയുണ്ട്. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, നിനക്ക് ഇഷ്ടമുള്ള വഴികളും നിനക്ക് ബോധിച്ചവിടെ നടന്നുകൊള്ളുക. എന്നാൽ ഇതൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് നടത്തുമെന്ന് ഓർത്തുകൊള്ളുക. ആ വചനപ്രകാരം ഒരു ന്യായവിസ്താരമുണ്ട്. ഏത് മനുഷ്യൻ ആ ന്യായവിസ്താര സഭയുടെ മുൻപിൽ നിന്നേ മതിയാവും. അതുകൊണ്ട് ഈ പകൽക്കാലം ഈ ദേശത്തെ ദേശവാസികളെ ഞങ്ങൾ അതിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്നെ ദേവാക്കളെ ചൊരുക്കുന്നു. ഇപ്പോൾ രാധാകൃഷ്ണൻ തന്റെ സാക്ഷികൾ പറയുന്നതായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ദേവാസിലേക്ക് കേൾക്കുവാൻ ദൈവ സഹായിച്ചതിനായ ദൈവത്തിൽ നന്ദി പറയുന്നു. അതിനോടനുബന്ധിച്ച് ഞാൻ എന്റെ ഒരു സാക്ഷ്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്റെ പേര് രാധാകൃഷ്ണനാണ്. എന്റെ ഭവനം കൊല്ലകടവ് സഞ്ജീവനി ഹോസ്പിറ്റലിന് കിഴക്കുവശത്തായിട്ടാണ്. എന്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 5 മക്കളാണ്. അതില് രണ്ടാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. വളരെ ചെറുപ്പം മുതലേ എന്റെ കായിക അഭ്യാസത്തോടൊക്കെ വളരെ താല്പര്യമുള്ള വ്യക്തിയായതുകൊണ്ട് പല ആശാന്മാരുടെയും കീഴിൽ അഭ്യാസം വരെ പഠിച്ച് ഞാൻ പല കേസിലും പ്രതിയായി. പൊന്മണി പേലിക്കാക്ഷി മാത്രം എന്റെ പേരിൽ 13 കേസുണ്ടായിരുന്നു. ദിവസം രാവിലെ 8 മണിക്ക് സ്റ്റേഷനിൽ ചെന്ന് എത്തിച്ചതിന് ശേഷമേ എന്റെ ജോലി കാര്യങ്ങൾക്ക് പോകുകയുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു രോഗം ഉള്ളതായിട്ട് അറിയുന്നത്. അതിനുവേണ്ടി പല ഡോക്ടർമാരെ സമീപിച്ചു, പല മരുന്നുകൾ കഴിച്ചു, പല നേർച്ച കാഴ്ചകൾ നടത്തി. എന്നാൽ എന്റെ രോഗത്തിൽ നിന്ന് എനിക്കൊരു വിടുതല സൗഖ്യമോ ലഭിച്ചില്ല. അങ്ങനെ 1990 കൊഴുവല്ലൂരിൽ നിന്ന് വിവാഹം കഴിക്കുവാനായിട്ട് ഇടയായിപ്പോയി. 1 വർഷം വരെ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. എനിക്കൊരു മകൾ ജനിച്ചു. വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് മദ്യപാനത്തിനും മയക്കുന്നതിന് അടിമയായി ഞാൻ 1 വയസ്സുള്ള എന്റെ മകളെയും എന്റെ ഭാര്യയും വളരെ മൃഗീയമായി ഞാൻ വർദ്ധിച്ചു. അങ്ങനെ എന്റെ വീട്ടുകാരെന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സെല്ലില് അടച്ചു. എന്റെ ഭാര്യയെയും മകളെയും അവരെ വീട്ടിൽ കൊണ്ടുചെന്ന് വിട്ടു. ചില ദിവസം കഴിഞ്ഞ് ഞാൻ എന്റെ ഭവനത്തിൽ വരുമ്പോൾ എന്റെ ഭാര്യയും മകളെ കാണാനില്ല. അങ്ങനെ ഞാൻ അവരോട് തിരക്കപ്പോൾ അവർ പറഞ്ഞു, കൊഴുവല്ലൂർ അവരുടെ വീട്ടിൽ കൊണ്ടുചെന്ന് വിട്ടെന്ന്. ഞാനങ്ങനെ എന്റെ ഭാര്യ വീട്ടിൽ വന്നപ്പോൾ അവരെന്നെ അവിടെ കയറ്റിയില്ല. അങ്ങനെ വീണ്ടും ആകെ നിരാശനായ ഞാൻ സമതല തെറ്റി കൊഴുവല്ലൂർ ഈ വീട്ടിൽ ഷെഡിൽ വന്ന് ചില ദിവസങ്ങൾ ഞാൻ കിടന്നു. ഏതാണ്ട് 33 വർഷത്തിന് മുമ്പുള്ള ഒരു ചരിത്രമാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ പോകുന്നത്. അന്ന് ആകെ നിരാശനായ ഞാൻ എന്റെ 2 കാലും ഒടിഞ്ഞ്, എന്റെ ഇടത് കൈ ഒടിഞ്ഞ്, ആരുടെയും ഒരാശ്രയമില്ലാതെ ഈ കൊടുവല്ലൂർ വീട്ടിൽ ഷെഡിൽ വന്ന് ചില ദിവസങ്ങൾ ഞാൻ കിടന്നു. അനേക രാഷ്ട്രീയ നേതാക്കന്മാരെ, അനേക വ്യക്തികളെ ഈ വഴി കടന്നു. എന്നാൽ ഒരു വ്യക്തി പോലും എന്നെ തിരിഞ്ഞു നോക്കുകയോ, ഒരു നേരത്തെ ഭക്ഷണം തരികയോ, ഒരു ഗ്ലാസ് വെള്ളം തരികയോ അവരാരും ചെയ്തില്ല. പലരും എന്നെ സഹായിക്കും, എനിക്കൊരു നേരത്തെ ഭക്ഷണം തരുമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ആരും എന്നെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി 11 മണിയായപ്പോൾ നമ്മുടെ സഖാവ് സതീഷ് ചെറിയാൻ, ഇപ്പോഴത്തെ മന്ത്രിയായിരിക്കുന്ന സഖാവ് സതീഷ് ചെറിയാൻ, ആലപ്പുഴ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയം, അന്ന് അദ്ദേഹം ഒരു കമ്മിറ്റി കഴിഞ്ഞ് രാത്രി 11:30 ഇവിടെ വരുമ്പോൾ ഈ വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കാം. അങ്ങനെ സഖാവ് സതീഷ് ചെറിയാൻ ഉണ്ടായിരുന്ന പാർട്ടി സഖാക്കളോട് പറഞ്ഞു, സഖാക്കള് ആ കൊഴുവല്ലൂർ വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നു. അങ്ങനെ അവരിവിടെ വന്ന് എന്നെ നോക്കുമ്പോൾ എന്നെ അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആകെ പ്രാകൃത രൂപത്തിൽ ഉള്ള ഒരു മനുഷ്യൻ. അന്നത്തെ വെയിറ്റിംഗ് ഷെഡല്ല ഇത്. കമ്പികളൊക്കെ പൊങ്ങി, മുത്തലുകളെല്ലാം പൊങ്ങി നിൽക്കുന്ന ഈ വെയിറ്റിംഗ് ഷെഡിൽ ആ തറയിൽ കമന്നു കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവർക്ക് എന്നെ കാണുവാൻ കഴിഞ്ഞത്. അങ്ങനെ സഖാവ് സതീഷ് ചെറിയാനും ഇവിടുത്തെ പാർട്ടി സഖാക്കളെ ചില സഖാക്കൾ ഇവിടെ വന്ന് എന്നോട് ചോദിച്ചു, ഞാൻ ഭക്ഷണം കഴിച്ചെന്ന്. എന്നാൽ എനിക്ക് സംസാരിക്കുവാൻ എനിക്ക് നാക്കുകൾ പൊങ്ങുന്നില്ല. അങ്ങനെ സഖാവ് സതീഷ് ചെറിയാൻ അദ്ദേഹത്തിന് വെച്ചിരുന്ന ആഹാരം എനിക്ക് ഈ വെയിറ്റിംഗ് ഷെഡിൽ കൊണ്ടുവന്ന് എനിക്ക് തന്ന്, എനിക്ക് വെള്ളവും തന്ന്
അങ്ങനെ എനിക്ക് സംസാര സ്വേച്ഛ തിരിച്ചു കിട്ടി. അങ്ങനെ അവരെന്റെ ഭാര്യ വീട്ടിൽ എന്നെ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കതിനെ വേണ്ട, കാരണം എന്റെ മകളെയും കൊച്ചുമകളെയും വളരെ മൃഗീയമായി മർദ്ദിച്ചവനാണ്. അങ്ങനെ അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എനിക്ക് ഭക്ഷണം തന്നു. അതിനുശേഷം കൊതുവല്ലൂർ ഭൂതംകുന്ന് കോളനി എന്ന് പറയുന്ന ഒരു കോളനിയിൽ എനിക്ക് അല്പ സ്ഥലം തന്നെ അവിടെ ഒരു ഷെഡ് വെച്ച് തന്നെ എന്നെ താമസിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. രണ്ടാമത് എനിക്കൊരു മകൾ കൂടി ജനിച്ചു. അങ്ങനെ ഞാൻ മുളക്കുക DYFIയുടെ വില്ലേജ് സെക്രട്ടറിയും CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി മെമ്പറും CF യൂണിയന്റെ വാർഡ് മെമ്പറുമായിട്ട് 27 വർഷക്കാലം CPMൽ പ്രവർത്തിച്ച ഒരു സ്വകാര്യ കൂടിയാണ്. അനേക സമരങ്ങൾക്ക് ഞാൻ സ്വകാര്യ സഹിച്ചെറിയാൻ ഉൾപ്പെടെ അനേക സമരങ്ങൾക്ക് പങ്കെടുത്ത് അനേക കേസുകളിൽ പെട്ടിട്ടുള്ള വ്യക്തികളെയാണ്. ഇത് പറയുമ്പോൾ ഈ കൊലുവല്ലൂർ തന്നെ 2 സമരങ്ങള് അതിൽ ഭാഗമാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒന്ന്, ഇവിടെ കക്കട മുതൽ ചമ്മത്ത് വരെയുള്ള ഈ റോഡ് വീട് കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോഴത്തെ പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ ഉപവാസ സമരം എടുത്ത ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടുന്ന് മാറുമെന്ന് വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ സമരം ചെയ്താണ് ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഫ്രണ്ടിൽ കാണാം ഒരു വാട്ടർ ടാങ്ക്. അത് ഇതുപോലെ തന്നെയാണ് IHDP കോളനി പദ്ധതിപ്പെടുത്തിക്കൊണ്ട് ഈ വാട്ടർ ടാങ്ക് ഇവിടെ കൊണ്ടുപോകാൻ ഞാൻ അതിനകത്ത് നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു കാലം ഞാനിങ്ങനെ ചങ്ങമലയിൽ എനിക്ക് ധാർമ്മികത്തുള്ള സമയത്ത് അതുവഴി ഞാനിങ്ങനെ കടന്നു വരുമ്പോൾ ഇത് ഒരു BJPയുടെ കോടീപുരം നാട്ടിയിട്ട് അവർ അവരുടെ മുദ്രാവാക്യം വിളിച്ചു പോകുമ്പോൾ ഞാൻ ഇവിടെ തന്നെ അവരുമായിട്ടൊരു വിഷയമുണ്ടായി. ആ കൊടി ഞാൻ എടുത്തു കളഞ്ഞൊരു വിഷയം ഉണ്ടായപ്പോൾ നമ്മുടെ സയാലിന്റെ വണ്ടി ഓടിക്കുന്ന അനിയെന്ന് പറയുന്ന വിറ്റ് എന്നെ വന്ന് പിടിച്ചു. എന്റെ അറിവിൽ നിന്ന് ഒരു കുട്ടി ആറ്റുകാരായും ഇവിടെ വീണ് പൊട്ടി. അപ്പോൾ നിങ്ങൾ ആരോ ഒരു തീപ്പെട്ടി ഉറച്ച് ആ മദ്യത്തിന്മേലിട്ട് അത് കത്തി. അങ്ങനെയുള്ള ബാക്കിസാരെയും കുറിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായി അനേക സമയങ്ങളിൽ ഈ മേടിക്ക് നിന്നും അനേക സഖാക്കളെന്ന് ഈ താഴെ ഒരു കുളമുണ്ട്, അവരെ കൊണ്ട് കുളിപ്പിച്ചിട്ട് എന്റെ ഭവനത്തിൽ എന്നെ കൊണ്ടുകിടത്തുമായിരുന്നു. എന്നാൽ ഈ അവസ്ഥയ്ക്കൊന്നും ആ സമയങ്ങളിൽ മാറ്റമുണ്ടായില്ല. പല സന്ദർഭങ്ങളിലും നല്ലൊരു കുടുംബം ജീവിതം ഞാൻ ആഗ്രഹിച്ചു, പല നേർച്ചയാഴ്ചകൾ നടത്തി. എന്നാൽ എനിക്കൊരു സൗഖ്യമോ വിടുതലോ ലഭിച്ചില്ല. ആകെ നിരാശനായ ഞാൻ വിഷം വാങ്ങിച്ചു വെച്ച് എന്റെ 2 കുഞ്ഞുങ്ങളും ഭാര്യയുമായി ആത്മഹത്യ ചെയ്യുവാനിരുന്ന പല സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഇതിനുശേഷം നിരവധി കേസുകൾ എന്റെ പേരിൽ ഉണ്ടായി. എന്നാൽ 2001 ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ എനിക്കറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇങ്ങനെ ഒരു ബൈബിൾ എന്റെ കയ്യിൽ ലഭിച്ചു. അത് ഞാനിങ്ങനെ വായിച്ചപ്പോൾ ഇതിനകത്ത് സൗഖ്യം കൊടുക്കുന്ന ഒരു യേശുവിനെ പറ്റി എനിക്ക് ബൈബിളിൽ വായിക്കുവാൻ കഴിയും. ഈ ബൈബിൾ എന്റെ കയ്യിൽ ലഭിക്കുന്നത് എന്റെ മക്കൾ ഞങ്ങളുടെ സൂചിപ്പിച്ചല്ലോ, എനിക്ക് 2 പെൺമക്കളായിരുന്നു. എന്റെ മക്കൾ പഠിച്ചത് ശാലയും മാർത്തോമ സ്കൂളിലായിരുന്നു. അങ്ങനെ ഒരു ബൈബിൾ അവരുടെ കയ്യിൽ ലഭിച്ചു. ആ ബൈബിളുമായി അവരുടെ ഭവനത്തിൽ നിന്ന് അത് വായിക്കുമ്പോൾ ഞാൻ അവരെ ഉപദ്രവിക്കുമായിരുന്നു. ഞാൻ പറയും, ഈ ബൈബിൾ എന്റെ വീട്ടിൽ കൊണ്ടുവരുന്നത് എനിക്കത് ഇഷ്ടമല്ല. കാരണം ഞാനൊരു ഹിന്ദു വിലക്ക് പലനായർ സമുദായത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്റെ ഭവനത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയോ ഒരു കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമില്ല, സമാധാനമില്ല. അങ്ങനെ ഞാൻ എടുത്തെറിഞ്ഞ ഈ ബൈബിൾ തെരഞ്ഞെടുത്ത് ഞാനിങ്ങനെ വായിച്ചപ്പോൾ അതിനകത്ത് സൗഖ്യം കൊടുക്കുന്ന ഒരു യേശുവിനെ പറ്റി എനിക്ക് ബൈബിളിൽ വായിക്കുവാൻ കഴിയും.
കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ഒരു യേശു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു യേശു. അത് മാത്രവുമല്ല, ഗദരദേശത്ത് ദൂരം ബാധിച്ച ഒരു മനുഷ്യന് കർത്താവായ യേശു ക്രിസ്തു കടന്നു എന്ന് വിടുവിക്കുന്ന ഒരു സംഭവം എനിക്ക് ബൈബിളിൽ വായിക്കുവാൻ കഴിയും. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് അങ്ങ് സൗഖ്യം കൊടുക്കുന്ന ഒരു യേശുവാണെന്ന് ഈ ബൈബിളിൽ വായിക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ എനിക്കൊരു സൗഖ്യം, ഒരു വിടുതൽ നൽകിയ ഞാൻ ദേശത്തിറങ്ങി നടന്നോടി എന്റെ സഹപ്രവർത്തകരോട്, എന്റെ ബന്ധുമിത്രാദികളോട്, എന്റെ സ്വന്തക്കാരോട് ഞാൻ വിളിച്ചു പറയാ, കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്. പ്രിയ സഹോദരങ്ങളെ, പ്രിയ സ്നേഹിത, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് സൗഖ്യം നൽകി. അതുകൊണ്ടാണ് ദേശത്തിന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുക ഇടയായി തീർന്നത്. അത് മാത്രമല്ല, ഞാൻ ബൈബിൾ ഇങ്ങനെ വായിച്ചപ്പോൾ അനുഗ്രഹിക്കുന്ന ഒരു യേശുവിനെ പറ്റി എനിക്ക് ബൈബിളിൽ വായിക്കുവാൻ കഴിയും. 5 കൊണ്ട് 5000 പേരെ പ്രേക്ഷിപ്പിച്ച ഒരു യേശു, ഒഴിഞ്ഞ പടവ് നിറച്ചു നിർത്തിവിട്ട ഒരു യേശു, അങ്ങനെ അനുഗ്രഹിക്കുന്ന ഒരു യേശുവിനെ പറ്റി എനിക്ക് ബൈബിളിൽ വായിക്കുവാൻ കഴിയും. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങ് അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് പറയുന്നു എങ്കിൽ എന്നെയും എന്റെ തലമുറയും ഒന്ന് അനുഗ്രഹിക്കണം. ഞാൻ എന്റെ സൂചിപ്പിച്ചല്ലോ, എനിക്ക് 2 പെൺമക്കളായിരുന്നു. അവിടെയും ഒരു ആശ്രയമില്ല. കാരണം ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും ആയതുകൊണ്ട് എന്റെ ബന്ധുക്കാരോ സ്വന്തക്കാരോ ബന്ധുമിത്രാദികൾ ആരും തന്നെ ഞങ്ങളുമായിട്ട് സഹകരിക്കുക തയ്യാറായില്ല. എന്നാൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഇന്നെന്റെ മൂത്ത മകൾ സൗദിയുടെ പ്രദേശത്ത് കിങ് ഫൈസൽ മിനിസ്ട്രി ഹോസ്പിറ്റലില് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. 13 വർഷമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം നടക്കുക ദൈവം സഹായിച്ചു. ഇളയ മകളും BSc നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്നു. അത് മാത്രമല്ല, ഞങ്ങളെ കോളനിൽ നിന്ന് മാറ്റി അരീക്കര സെന്റ് ജോർജ് സ്കൂളിനടുത്ത് അല്പസ്ഥലം വാങ്ങിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം പണിയുവാനും ദൈവം സഹായിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദരങ്ങളെ, ഒരു കാലത്ത് ഒരു ഓണം വന്നാൽ എന്റെ വീട്ടിൽ സമാധാനമില്ല, ഒരു ക്രിസ്മസ് വന്നാൽ എന്റെ വീട്ടിൽ സന്തോഷമില്ല, ഒരു വിഷു വന്നാൽ എന്റെ വീട്ടിൽ സമാധാനമില്ല. ഇത് പറയുമ്പോൾ ഒരു കാലം എന്റെ വിഷുവിന് എന്റെ കയ്യിൽ മദ്യപിക്കുവാൻ പൈസയില്ലാത്ത സമയത്ത് എന്റെ ഭാര്യയുടെ കെട്ടുതാലി കൊല്ലകടവ് ഷാപ്പിൽ കൊടുത്ത് മദ്യപിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ എനിക്കൊരു മാനസാന്തരം, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ. എന്റെ ഭാര്യയ്ക്ക് സന്തോഷമുണ്ട്, എന്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനമുണ്ട്. ഒരു കാലത്ത് എന്റെ ഭാര്യയ്ക്ക്, എന്റെ കുഞ്ഞുങ്ങൾക്ക്, നാട്ടുകാർക്കോ വീട്ടുകാർക്കോ, എന്തിന് പോലീസുകാർക്ക് വരെ തലവേദനയായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. ഞാനിത് പറയുമ്പോൾ നമ്മുടെ സൂചിപ്പിച്ചല്ലോ, 33 വർഷത്തിന് മുമ്പ് ഈ ഷെട്ടി മാനസിക രോഗിയായി ആരുടെയും ഒരു ആശ്രയമില്ലാതെ കിടന്ന ഈ സ്ഥാനത്ത് ഇന്ന് എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 36 വർഷമായി. 1990 മാർച്ച് 24-ാം തീയതിയായിരുന്നു എന്റെ വിവാഹം. ആ ദിവസം തന്നെ 36 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഷെഡിൽ നിന്ന് എല്ലാം ഉള്ളവനായി ഇവിടെ വന്ന് ഇങ്ങനൊരു സാക്ഷ്യം പറയുവാൻ ദൈവം എനിക്ക് ചെയ്ത ഉപകാരത്തിന് എനിക്ക് നന്ദി പറയാതെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ കഷ്ടതയിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയായി. എന്നെപ്പറ്റി ഈ നാട്ടുകാർക്ക് ഇവർക്കെല്ലാം നല്ലതുപോലെ അറിയാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ എനിക്കൊരു മാനസാന്തരമുണ്ടായി. ഈ ബൈബിളിന്റെ ആദ്യം മുതൽ അവസാനം വരെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അടങ്ങിയിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. ഇതിനകത്ത് മൂല കാരണം മനുഷ്യന്റെ വീണ്ടെടുപ്പാണ്. അനേക നരഭോജികളെ നരസ്നേഹികളാക്കി, അനേക മദ്യപാനികളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. അനേക ഉന്നതന്മാരാൽ എഴുതപ്പെട്ട ഈ ബൈബിൾ ഇതിനകത്ത് എഴുത്തുകാരായി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് അനേക വ്യക്തികളുണ്ട്. മുക്കുവന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്,
പണ്ഡിതന്മാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, അങ്ങനെ പലരാൽ എഴുതപ്പെട്ട ബൈബിളാണ് ഈ ബൈബിൾ. ഏതാണ്ട് 1600 വർഷങ്ങൾക്കുള്ളിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ഈ ബൈബിൾ. 600 തലമുറകളെ ഇടയിൽ എഴുതപ്പെട്ട ബൈബിളാണ് ഈ ബൈബിൾ. ആദ്യമായി ബഹിരാകാശത്ത് കൊണ്ടുപോയത് ഈ ബൈബിളാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകം ഈ ബൈബിളാണ്. ഒരു ഭാഷയിൽ നിന്നും അനേക ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ പുസ്തകം ഈ ബൈബിളാണ്. ഒരു ഭാഷയിൽ നിന്നും ആദ്യമായി മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ പുസ്തകം ഈ ബൈബിളാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയും: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ദൈവത്തിന്റെ വചനം പറയും. ആരെങ്കിലും എന്റെ വചനം കേട്ട് അഹ്ലേവാദി ഒന്ന് തുറന്നു തന്നാൽ ഞാൻ അവരോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദരങ്ങളെ, അത് മാത്രമല്ല, ഞാൻ ഈ ബൈബിളിങ്ങനെ വായിച്ചപ്പോ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന ഒരു രംഗം എനിക്ക് ഈ ബൈബിളിൽ വായിക്കുവാൻ കഴിയും. പാപം ചെയ്യാത്തവൻ പരിശുദ്ധൻ, പരമാണുവൻ, പിതാവിന്റെ വലതു ഭാഗത്തു നിന്നും ലോകത്തിലേക്ക് വന്ന് അവസാനത്തുള്ളിൽ രക്തം വരെ നമ്മൾ കൊഴുക്കിത്തന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർക്കാതെ പോകരുത്. താൻ ഈ ലോകത്തിൽ വന്നത് തനിക്കൊരു സംഘടന രൂപീകരിക്കുവാനോ താൻ ഒരു ക്രിസ്തീയ രാജ്യം പടുത്തുയർത്തുവാനായിട്ട് അല്ല. ഇന്നയോ കർത്താവായ യേശു ക്രിസ്തു പാപലോകത്തിലേക്ക് വന്നത് എന്നെയും നിന്നെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ടാണ്. പാപം എന്ന് പറയുന്നത് ബൈബിളിന്റെ മാത്രം കുത്തകയല്ല, പ്രാസംഗികരുടെ കണ്ടുപിടുത്തവുമല്ല. യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ 4 പ്രധാന ജാതികളുണ്ടായിരുന്നു. അതിലൊക്കെ ഗ്രന്ഥങ്ങളിൽ പാപത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ പാപപരിഹാരത്തിന് ഒരു യാഗം ആവശ്യമായിരുന്നു. അന്ന് ആരും തന്നെ അതിനൊരുങ്ങാതിരുന്നപ്പോൾ പിതാവായ ദൈവം തന്റെ ഓമനകുമാരനെ താൻ ലോകത്തിലേക്ക് അയച്ചു. റോമൻ ഗവൺമെന്റിന്റെ പടയാളികളാൽ പിടിക്കപ്പെട്ടു. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു. പ്രിയ സ്നേഹിത, പ്രിയ സഹോദരികളെ, ആ ക്രൂശ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് 4 മൂലയുണ്ട്, അതിന് ഒരു അർത്ഥമുണ്ട്. വെള്ളത്തെ മൂല എൻ, വെള്ളത്തെ മൂല ഇ, ഇടവശത്തെ മൂല ഡബ്ല്യു, താഴത്തെ മൂല എസ്, നടുക്ക് കിടക്കുന്നു ഗുഡ്. ചേർത്ത് വായിച്ചാൽ ഗുഡ് ന്യൂസ്, ഒരു സന്തോഷ വാർത്ത, ഒരു സമാധാനത്തിന്റെ വാർത്ത. നീ ചോദിച്ചില്ലേ എന്താണ് വീണ്ടെടുപ്പുകാരൻ? നീ ചോദിച്ചില്ലേ ആരാണ് സന്തോഷം നൽകുന്നത്? നീ ചോദിച്ചില്ലേ ആരാണ് രക്ഷകനെന്ന്? അതാ ആ ക്രൂശിലേക്കൊന്ന് നോക്കുക. ഇന്ന് ആംഗലിക്കൊണ്ടിലും ആശബ്ദബന്ധിലും പ്രൈവറ്റ് ട്രാക്കിലും സൈനോഡിലും അനേകരെ ആത്മഹത്യ ചെയ്യുമ്പോൾ അതാ ആ ക്രൂശിലേക്കൊന്ന് നോക്കുക. അവനാണ് രക്ഷകൻ. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരോട് നൽകപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ല. കർത്താവിന്റെ